ഹരി ഓം. കൽക്കിരുപുകളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് നമ്മൾ ദേവന്മാരുടെ നാമങ്ങളും അസുരന്മാരുടെ നാമങ്ങളും നമ്മളൊരു താരതമ്യം പഠനം ചെയ്യാൻ പോവുകയാണ്. വിഷ്ണു ഭക്തരെയാണ് നാം ദേവന്മാർ എന്ന് വിളിക്കുന്നത്, ശിവഭക്തരെ നാം അസുരന്മാർ എന്ന് വിളിക്കുന്നു. വിഷ്ണുവിനെയും ശിവനെയും ഒരുപോലെ ആരാധിക്കുന്നവരാണ് മാനവർ, സാധാരണ മനുഷ്യർ, ബ്രഹ്മർ അല്ലെങ്കിൽ രാജസർ എന്ന് പറയുന്നത്. ഇനി അസുരന്മാർ ആരാണ്? സുരത്വമില്ലാത്തവർ, മനുഷ്യത്വമില്ലാത്തവരാണ് അസുരന്മാർ. അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് കൊല്ലുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബലി നടത്തുക. അപ്പോൾ സനാതന ധർമ്മത്തിന് വിരുദ്ധമായി സഞ്ചരിക്കുന്ന നമോയെയും നെതോയെയും എതിർക്കുന്ന ആളുകളാണ് ഭൂമിയിലെ അസുരന്മാർ. നമോ എന്ന് പറയുന്നത് നരേന്ദ്രമോദി, നെതോ എന്ന് പറയുന്നത് നെതന്യാഹു. ഇവരുടെ ഓമന പേരുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 1 ആദതായികളെ, 2 ആശരവംശജർ, 3 ആമിഷഭോജികൾ, 4 അരക്കന്മാർ, 5 അധർമ്മികൾ, 6 ദൈത്യന്മാർ, 7 ധനുജന്മാർ, 8 ദിതിജന്മാർ, 9 ദാനവന്മാർ, 10 മ്ലേച്ഛന്മാർ, 11 കർബൂരന്മാർ, 12 കൗണവൻ, 13 ക്രവ്യാതു വംശജന്, 14 യാതുധാനൻ, 15 നക്തഞ്ചരൻ, 16 നിശാചരൻ, 17 ത്രിയാമചാരി, 18 പലലാശികൾ, 19 രാത്രീഞ്ചരന്മാർ, 20 ശൈവർ. അസുരന്മാരുടെ പകുതി പേരുകൾ ദേവന്മാർക്കുള്ളൂ. ഇനി നമുക്ക് ദേവന്മാരുടെ നാമങ്ങൾ എന്താണെന്ന് നോക്കാം. ദേവന്മാരെന്ന് പറയുന്നത് നമുക്കറിയാം വിഷ്ണു ഭക്തരാണ്. വിഷ്ണുവിൻ്റെ അവതാരങ്ങളെ ആരാധിക്കുന്നവരാണ് ദേവന്മാർ. അതായത് യേശുക്രിസ്തുവിനെയും കൃഷ്ണനെയും രാമനെയും ആരാധിക്കുന്നവരെയാണ് നമ്മൾ ദേവന്മാരെന്ന് പറയുന്നത്. ഇവരാണ് ഭക്തർ. ഭൂമിയിലെ ഭക്തരെന്ന് പറയുന്നത്, യഥാർത്ഥ ഭക്തരെന്ന് പറയുന്നത് വിഷ്ണുവിനെ ആരാധിക്കുന്നവരാണ്. അവരുടെ പേരുകൾ ഇതാണ്: 1 ഭക്തർ, 2 വാനവർ, 3 വിണ്ണോർ, 4 അമരന്മാർ, 5 സുരന്മാർ, 6 ദിവിജന്മാർ, 7 അതിഥിജർ, 8 സ്വർഗീയർ, 9 വിഭുധന്മാർ, 10 വൈഷ്ണവർ. അപ്പോൾ ഈ യഥാർത്ഥ ഭക്തരെന്ന് പറയുന്നത് ദേവന്മാർ. മ്ലേച്ഛരെന്നാണ് അസുരന്മാരെ പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ ദേവന്മാരുടെ അടുത്ത പേരുകളെന്ന് പറയുന്നത്, നമ്മുടെ ഈ കലിയുഗത്തിൽ ദേവന്മാരുടെ പേരുകളെന്ന് പറയുന്നത് ഇതാണ്. സംഖ്യകളെന്ന് വിളിക്കുന്ന ദേവന്മാരാണ്. അതിൽ കൃസംഖികളും ഉണ്ട്, മുസംഖികളും ഉണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ 3 തരം മനുഷ്യരുണ്ട്. അത് ജാതി മതമൊന്നും ഇല്ലാതെ നമുക്ക് അവരെ തിരിച്ചറിയാം.